അപ്പം ഏതൊരു കാലഘട്ടത്തിലാണ് ചേച്ചി തീരുമാനിക്കുന്നത് സിനിമ അല്ലെങ്കിൽ അഭിനയമാണ് എൻ്റെ വഴി എന്നുള്ളത്? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരിക്കലും ഇപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും തീരുമാനിച്ചല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ലൊരു വഴിയാണ് അങ്ങനെ യാത്ര ചെയ്യുക, അടുത്ത വഴി ഏത് അതിലേക്ക് അങ്ങ് പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെപ്പോഴും ഇന്നലെ നിൽക്കൂ എന്നും പറഞ്ഞ് ജീവിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലാണ്ട് വന്നാൽ എന്ത് ചെയ്യും? അതെ, അല്ലേ, നമ്മളല്ല തീരുമാനിക്കുന്നത്. മുമ്പിലൊരു നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഈശ്വരനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹം എങ്ങടാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോവുക, അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചേച്ചിയുടെ ഓരോ വാക്കിലും ഈ വീട്ടിലും എല്ലാം ഈ പറയുന്ന പോലെ ഈശ്വരന്മാരുടെ ഒരു സാന്നിധ്യം. ചേച്ചി എന്നോട് ഓഫ് ക്യാമറയിൽ സംസാരിക്കുമ്പോഴും പറയുകയായിരുന്നു ചേച്ചിയുടെ കൂടെ കൂട്ടിയ അല്ലേ ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ച്. അത്രയും ഒരു വിശ്വാസിയാണ്. നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതൊക്കെ. എൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും ഈശ്വരൻ മാത്രമേ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും അതിങ്ങനെ വന്നു പോകും അറിയാതെ. ഇപ്പം 1999 എന്ന് പറയുമ്പം ചേച്ചി കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, ഒറ്റയ്ക്കായിരുന്നു അല്ലേ? ആ സമയത്ത് സിനിമ ഇപ്പം എല്ലാവരും പറയും എൻ്റെ സ്വപ്നങ്ങളിലെ സിനിമ ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അതല്ലെങ്കിൽ സിനിമയിലേക്ക് വിധി മൂലം എത്തിപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അതിലേതായിരിക്കും ചേച്ചി? വിധി മൂലം എത്തിപ്പെട്ടതായിരിക്കുള്ളൂ. കാരണം ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒരു നടിയാണോന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു, കലാകാരിയാണ്, അതായത് ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. അതൊക്കെ ചെയ്യുമെങ്കിലും ഒരിക്കൽ പോലും ഒരു സിനിമയിലേക്കുള്ള എൻട്രി ഞാൻ ചിന്തിക്കണേ ഇല്ലാത്തൊരു സംഭവമാണ്. കാരണം അതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത് കൊണ്ടാവാം. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ നമുക്ക് കയറി മുന്നോട്ട് വരണം എന്നുണ്ടാവും, ആർക്കും ഉണ്ടാവും. അപ്പോൾ നന്നായി ചെയ്യാൻ ശ്രമിക്കണം, ചെയ്യുമ്പോൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അല്ലാതെ ഇവിടെ തന്നെ ഞാൻ നിൽക്കുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അതെനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എവിടെയാണ് നിൽക്കുക എന്നുള്ളത്. നിൽക്കുന്നിടത്തോളം കാലം നന്നായി ചെയ്യാൻ ശ്രമിക്കുക, അത്ര.